അങ്ങനെ ഒറ്റക്കൊരാൾ എവിടെയെങ്കിലും വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ വലതുഭാഗത്തൊരു മലക്ക് നിസ്കരിക്കും, ഇടതുഭാഗത്ത് മറ്റൊരു മലക്ക് നിസ്കരിക്കുന്നതാണ്. ആ നിസ്കാരത്തിന്റെ മുമ്പ് അവൻ ബാങ്ക് വിളിച്ചാൽ, അവൻ ഇഖാമത്ത് വിളിച്ചാൽ സ്വല്ലാ വറാഅഹു, അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു. അംസാലുൽ ജിബാലി മിനൽ മലായിക, പർവ്വതങ്ങൾക്ക് സമാനരായി മലക്കുകൾ അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹു പറയുന്നത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയം വരിച്ചവരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഏതാണ് ആ സത്യവിശ്വാസികൾ? الذين هم في صلاتهم خاشعون, അവർ അവരുടെ നിസ്കാരങ്ങളെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നവരാണ്. നിസ്കരിക്കുന്നവരാണ് എന്നല്ല, കാരണം നിസ്കരിക്കുന്നവരെന്ന് പറയുന്നവർ, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പറഞ്ഞുവല്ലോ, നിസ്കരിക്കുന്നവനെ വിശ്വാസിയാവുകയുള്ളൂ, നിസ്കരിക്കാത്തവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് ഉസ്താദ് അവറുകൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായല്ലോ. മുഅ്മിനീങ്ങളെ അല്ലാഹു പറയുന്നത് നിസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. അതിനാണ് നാം ശ്രമിക്കേണ്ടത്. നിസ്കാരം നമ്മുടെ അജണ്ടയായിട്ടെടുത്ത്, നമ്മുടെ സംസ്കാരമായിട്ടെടുത്ത്, നമ്മുടെ രൂപവും നമ്മുടെ ഭാവിയും നമ്മുടെ എല്ലാം നിർണയിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു കർമ്മമായിട്ടെടുത്ത് നിസ്കരിക്കുമ്പോൾ മാത്രമേ വിശ്വാസത്തിന്റെ മധുരവും അതിന്റെ യാഥാർത്ഥ്യവും ഏതൊരു മനുഷ്യനും അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. വഇദാ സ്വല്ലൈത ഫസ്വല്ലി സ്വലാത മുവദ്ദിഇൻ, നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സൂക്ഷ്മത വരാനുള്ള ഒരു കാര്യം റസൂൽ പറയുകയാണ്. ഒരു നിസ്കാരത്തിന് നീ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഫസ്വല്ലി സ്വലാത മുവദ്ദിഇൻ, ഇതെന്റെ അവസാന നിസ്കാരമാണ്, ഇനി എനിക്ക് അടുത്ത ഒരു ചാൻസ് ഇല്ല, ഇതോടെ എന്റെ നിസ്കാരം കഴിഞ്ഞു. അങ്ങനെ ഒരു യാത്ര പറയുന്നവനെ പോലെ നീ നിസ്കരിക്കണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം നാം നിർവഹിക്കുന്നവരാണെങ്കിൽ നാം അതിൽ പാലിക്കേണ്ട ഒരു മര്യാദയിലേക്കാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. ഇന്ന അഹദകും ഇദാ കാന ഫീ സ്വലാത്തിഹി ഫഇന്നഹു യുനാജി റബ്ബഹ്, നിങ്ങളിൽ നിന്നൊരാൾ നിസ്കരിക്കുമ്പോൾ അശ്രദ്ധയുണ്ടാവല്ലേ. എന്തുകൊണ്ടെന്നാൽ അവൻ സംസാരിക്കുന്നത് രാജാതിരാജനും സർവാധിനാഥനുമായ അല്ലാഹുവിനോടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനുവേണ്ടി ലോകത്തുള്ള എല്ലാവർക്കും, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു തആല നിസ്കരിക്കുമ്പോൾ തിരിയാനൊരിടവും നൽകിയിട്ടുണ്ട്. നമ്മളെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഒന്ന് ആ ഘടകമാണ്, അഥവാ ഖിബ്ല. ആ ഖിബ്ലയുടെ ഭാഗത്തേക്ക് നാം തിരിയുന്നത് അല്ലാഹുവിലേക്ക് തിരിയുന്നതിന്റെ പ്രതീകമായിട്ടാണ്. ഹദീസിൽ കാണാം, ഒരു ദിവസം പള്ളിയിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ റഅ നുഖാമതൻ ഫീ ഖിബ്ല, പള്ളിയിൽ നിന്ന് ഖിബ്ലയിലേക്ക് തിരിയുന്ന ഭാഗത്ത് അവിടെ നിന്ന് കഫം കണ്ടു. റസൂലിന്റെ മുഖത്ത് വലിയ ഒരു സങ്കടം കണ്ടു, വലിയ അതിന്റെ ഒരു പ്രയാസം അവിടുത്തെ മുഖത്ത് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ആ കഫം പ്രത്യേകമായിട്ട് അവിടുന്ന് തന്നെ എഴുന്നേറ്റ് കോരിയിട്ടത് പുറത്തു കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് അവിടെയുള്ളവരോട് പറയുകയാണ്, എന്റെ സ്വഹാബികളെ, ഇന്ന അഹദകും ഇദാ ദഖല ഫീ സ്വലാത്തിഹി, നിങ്ങളിൽ നിന്നൊരാൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഫഇന്ന റബ്ബഹു ബൈനഹു വബൈനൽ ഖിബ്ല, അവന്റെയും ഖിബ്ലയുടെയും ഇടയിൽ അല്ലാഹുവിന്റെ സാന്നിധ്യമാണ്. നിങ്ങൾ തുപ്പുമ്പോൾ പോലും, നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പോലും ആ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തണമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഖിബ്ല നമ്മുടെ നിസ്കാരത്തിന്റെ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. പരിശുദ്ധമായ കഅബ,
അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചിരുന്നത് വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. നബിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു കഅബയുടെ ഖിബ്ലയായി മാറിയിരുന്നുവെങ്കിലെന്ന്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, എന്നിട്ടെപ്പോഴും കഅബ ഖിബ്ലയാക്കി മാറ്റുമോ എന്ന പ്രതീക്ഷയോടെ പലപ്പോഴും അവിടുന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും, ജിബ്രീൽ ആ വഹയുമായിട്ട് വരുന്നുണ്ടോ എന്ന്. അങ്ങനെ ഒരിക്കൽ മദീനയിലെ ബനൂ സലമയുടെ ഗോത്രത്തിലെ ഒരു പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുന്ന സമയത്ത് ളുഹറിന്റെ 2 റക്അത്ത് പിന്നിട്ടതിന് ശേഷം ആ നിസ്കാരത്തിലാണ് അവിടുന്ന് കഅബയിലേക്ക് തിരിയാനുള്ള ആഹ്വാനമുണ്ടായത്. അവിടുന്ന് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച ആ പള്ളിക്ക് മസ്ജിദുൽ ഖിബ്ലതൈൻ, ഒരു നിസ്കാരത്തിൽ 2 ഖിബ്ലയിലേക്ക് നിസ്കരിച്ച പള്ളി എന്ന പേരിൽ ആ പള്ളിക്ക് നാമകരണം ചെയ്യപ്പെട്ടതായി ഇന്നും നമ്മെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ഈ നിസ്കാരം എന്ന് പറയുന്ന ഈ കർമ്മത്തിന് വലിയ ഒരു ചരിത്രമുണ്ട് എന്നാണ് നാം പഠിക്കേണ്ടത്. ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഒന്നല്ല. നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ കാലങ്ങളായി ഒരുപാട് തലമുറകളിലൂടെ, ഒരുപക്ഷേ രൂപം ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ഈ വഖത്തുകളുടെ എണ്ണവും അതുപോലെ റക്അത്തുകളുടെ എണ്ണവും ഇതേ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. എന്നാലും തലമുറകളിലൂടെ നിസ്കാരം എന്ന പേരിൽ ഒരു കർമ്മമുണ്ടായിരുന്നുവെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണം പറയുന്നു, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, നമ്മുടെയൊക്കെ ആവേശമായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അമലായിട്ട് നിസ്കാരമുണ്ടായിരുന്നു എന്ന് കാണാം. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ടവർ തൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകനെയും തൻ്റെ ഭാര്യയെയും കഅബാലയത്തിൻ്റെ അവിടെയാക്കിയിട്ട് യാത്രയാവുകയാണ് ഫലസ്തീനിലേക്ക്. അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ. ഹാജർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? മിണ്ടാൻ കഴിയുന്നില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, ഇത് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ച ഒരു കാര്യമാണോ? ഗദ്ഗദ കണ്ഠനായി, അതിനും മിണ്ടാൻ കഴിയാതെ ഫഅശാറ ബിദിഖ്നിഹി, തന്റെ തല കൊണ്ട് അദ്ദേഹം അതേ എന്നാഞ്ഞും കാണിച്ചു. ഒരാളുമില്ലാത്ത, ഒരു പുൽക്കൊടി പോലും ഇല്ലാത്ത ഈ മലനാരണ്യത്തിലാക്കി പോകുമ്പോ ഒരു പൊട്ടുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം അകന്നകന്നു പോയപ്പോ കഅബ ശരീഫുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, റബ്ബനാ أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. അല്ലാഹുവേ, എൻ്റെ മകളെയും എൻ്റെ കുഞ്ഞിനെയും ഞാനിതാ ഇവിടെ ആക്കിയിട്ട് പോവുകയാണല്ലോ. നിന്റെ വീടവിടെ ഉണ്ടല്ലോ റബ്ബേ, ആ ഒരു സമാധാനമാണ്. പക്ഷേ ആ പോകുന്നതിൻ്റെ പിന്നിൽ എനിക്കുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് റബ്ബനാ ലിയുഖീമുസ്സലാ, അല്ലാഹുവേ, അവർ നിസ്കാരം നിലനിർത്തുവാനാണ്, നിസ്കാരം നിലനിർത്തുവാനാണ്. ആ കഅബ ഉണ്ടാക്കാൻ പിൽക്കാലത്ത് അല്ലാഹു തആല കൽപ്പിച്ചുവല്ലോ. ആ കഅബ ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോഴും അല്ലാഹു പറയുന്നത് എന്താണ്? വഇദ് ബവഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്, ആ വീടുണ്ടാക്കാൻ, കഅബ ഉണ്ടാക്കാൻ അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുന്നത് അല്ലാ തുശ്രിക് ബി ശൈആ, എനിക്കൊന്നിനെയും പങ്കു ചേർക്കാതെ ആരാധിക്കപ്പെടാൻ വേണ്ടിയാണ് കഅബാലയം ഇബ്രാഹിമെ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്റെ വീട് നിങ്ങൾ ശുദ്ധമായി സംവിധാനിക്കണം. ലിത്വാഇഫീന വൽഖായിമീന വറുക്കഇസ് സുജൂദ്, പരിസരത്ത് നിന്ന് മാത്രമല്ല, എവിടെയെല്ലാം റുക്കൂകൾ ചെയ്യപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം സുജൂദുകൾ ചെയ്യപ്പെടുന്നുണ്ടോ, അവർക്കെല്ലാം അഭിമുഖീകരിക്കാനുള്ള ഒരിടമായി ഇബ്രാഹിം നബിയെ നിങ്ങൾ കഅബാലയം ഉണ്ടാക്കണമെന്ന് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുകയാണ്.
ചരിത്രം നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം നബിയുടെ 99 വയസ്സിലാണ് മകനായ ഇസ്മായിൽ നബി അദ്ദേഹത്തിനുണ്ടാകുന്നത്. 112 വയസ്സിലാണ് പ്രവാചകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാം അദ്ദേഹത്തിനുണ്ടാകുന്നത്. 2 പ്രവാചകന്മാരും ഉണ്ടായി. അദ്ദേഹം മരിക്കാൻ പോകുമ്പോ, വഫാത്താകാൻ പോകുമ്പോ, ആ പ്രവാചകൻ ആ പ്രിയപ്പെട്ട മക്കളെ സ്നേഹിച്ച ആ ഉന്നതനായ ചരിത്ര പ്രവാചകൻ നടത്തിയ സുപ്രസിദ്ധങ്ങളായ വസിയ്യത്തുകൾ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിറഞ്ഞു കിടക്കുകയാണ്. ആ മഹാനായ മനുഷ്യൻ നടത്തിയ പ്രാർത്ഥന വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി. അല്ലാഹുവേ, ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്നെ നീ നിസ്കരിക്കുന്നവരാക്കണം. വമിൻ ദുർരിയ്യതി, തലമുറകളിലൂടെ എനിക്കുണ്ടാകുന്ന സന്താനങ്ങളെ, മക്കളില്ലാത്തതിന്റെ പേരിൽ ലോകത്ത് പ്രസിദ്ധനായ ഈ മനുഷ്യൻ പിൽക്കാലത്ത് മക്കളുടെ പേരിൽ ലോകത്ത് പ്രസിദ്ധനായപ്പോ ആ മക്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് വമിൻ ദുർരിയ്യതി. അല്ലാഹുവേ, എന്റെ സന്താനങ്ങളെയും നീ നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്റെ ദുആ നീ സ്വീകരിക്കണമേ എന്നതായിരുന്നു. വിശദീകരിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിസ്കാരം കാണാം. വിശ്വപ്രസിദ്ധനായ പ്രവാചകന്മാർക്കിടയിലെ അദ്വിതീയനായ, ചരിത്രം സുദീർഘമായി സംസാരിച്ച പ്രവാചകനായിരുന്നു നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാം. നമ്മളൊക്കെ ആവേശത്തോടു കൂടെ തന്നെ പറയാം, സയ്യിദുനാ ശുഐബ് അലൈഹിസ്സലാം. അദ്ദേഹം അറിയപ്പെടുന്നത് പോലും പ്രവാചകന്മാർക്കിടയിലെ ഒരു പ്രഭാഷകനായിട്ടാണ്. ഈ സ്റ്റേജില്ലാതെ, മൈക്കില്ലാതെ, സ്റ്റാൻഡില്ലാതെ, ഇതുപോലെ ഒരുമിച്ച് കൂടുന്നവരില്ലാതെ അസ്ഹാബുൽ ഐക്കത്തിനോട്, മദിയനിലുള്ള ആളുകളോട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഖുർആനിലുണ്ട്. എന്റെ സമുദായമേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ വഞ്ചന നടത്തല്ലേ, നിങ്ങൾ കച്ചവടങ്ങളിൽ ക്രയവിക്രയങ്ങൾ കൃത്രിമത്വം കാണിക്കല്ലേ, വഔഫുൽ കൈല വൽ മീസാൻ, നിങ്ങൾ അളവും തൂക്കവും വളരെ കൃത്യമായി കൊടുക്കുന്നവരാകണം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരോട് പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ സമുദായമാണ് ലോകത്തുള്ള എല്ലാ തട്ടിപ്പുകൾക്കും തുടക്കം കുറിച്ചത്. ലോകത്തുള്ള എല്ലാ സാമ്പത്തിക വൃത്തികേടുകൾക്കും തുടക്കം കുറിച്ചത് ആ സമുദായമായിരുന്നു. വലിയ അനുഗ്രഹീതരായിരുന്നെങ്കിലും കൊള്ളയടിക്കുവാനും ജനങ്ങളെ കബളിപ്പിക്കുവാനും അവരെ പോലെ മിടുക്കന്മാര് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി ശുഐബ് നബി അലൈഹിസ്സലാം തയ്യാറായി. അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചപ്പോൾ മറുവിഭാഗം അദ്ദേഹത്തിനെതിരെയും പ്രതികരണങ്ങൾ നടത്തി. അങ്ങനെയാണല്ലോ, ഒരു വിഭാഗം തങ്ങളുടെ വാദം പറഞ്ഞാൽ മറുവിഭാഗം തങ്ങളുടെ വാദം വേറെ ഒരു രീതിയിൽ പറയും. ആ വാദങ്ങളും അവരുടെ സംസാരങ്ങളും ഖുർആൻ ഉദ്ധരിക്കുകയാണ്. ഖാലൂ യാ ശുഐബ് വസലവാതുക തഅ്മുറുക. ശുഐബേ, പരിഹസിക്കാണോ? ഞങ്ങൾ ചെയ്യാത്ത നിസ്കാരം എന്നൊരു കാര്യം ഞങ്ങൾക്കിടയിൽ നീ ചെയ്യുന്നത് കാണുന്നുണ്ട്. ആ നിസ്കാരത്തിലൂടെയാണോ ഞങ്ങളോട് ഇങ്ങനെ പറയാൻ? അന്നത്രുകമായ അബ്ദു ആബാഉന ഔ അൻഫഅല ഫീ അംവാലിന മാ നശാ ഇന്നക ലഅൻതൽ ഹലീമുർ റശീദ്. ഞങ്ങളോട് ഞങ്ങളുടെ ബിംബങ്ങളെ ആരാധിക്കരുത് എന്ന്, ഞങ്ങളുടെ പിതാമഹന്മാർ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിക്കരുത് എന്ന്, ഞങ്ങളെപ്രകാരം ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോ ഞങ്ങളുടെ തന്നിഷ്ടപ്രകാരം